എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജീവിതത്തിൽ വിജയിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ടല്ലേ? ചില കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ചെയ്താൽ നല്ല റിസൾട്ട് കിട്ടുമെന്നാണ് പൊതുവെ പറയാറ്. എന്നാൽ ഏത് നല്ല കാര്യമായാലും അതിരുകടന്നാൽ അത് ദോഷകരമാകും. ഈ അതിരുകടന്ന അവസ്ഥയെ കൺട്രോൾ ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിനും വിജയത്തിനും തടസ്സമാകുന്ന ചില പ്രധാന കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം അമിതമായ ജോലിയാണ്. ജോലി ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ അമിതമായി ജോലി ചെയ്യുന്നത് നമ്മളെ മാനസികമായി തളർത്തിക്കളയും എന്നതും ശ്രദ്ധിക്കണം. കഠിനാധ്വാനം നല്ലതാണ്, എന്നാൽ അത് കുടുംബത്തെയും സ്വന്തം ശരീരത്തെയും അവഗണിച്ച് വിശ്രമമില്ലാതെ നീണ്ടുപോകുമ്പോൾ അപകടകരമാകും. എപ്പോഴും ബിസിയാണ് എന്ന് പറയുന്നതിൽ അഭിമാനിക്കുന്നവർ നിങ്ങളുടെ ശരീരം ഒരു യന്ത്രമല്ലെന്നറിയുക. തുടർച്ചയായ ജോലി ഉറക്കമില്ലായ്മയ്ക്കും തീവ്രമായ സമ്മർദ്ദത്തിനും ദീർഘകാലാടിസ്ഥാനത്തിൽ ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്കും കാരണമാകും. നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കുന്നതിന് പകരം കുറയാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ ജോലിക്ക് കൃത്യമായ സമയപരിധി നിശ്ചയിക്കുക. എല്ലാ ദിവസവും കൃത്യമായി 1 മണിക്കൂർ വ്യായാമം ചെയ്യുകയോ ഹോബികൾക്കായി സമയം കണ്ടെത്തുകയോ ചെയ്യുന്നത് വർക്ക് ലൈഫ് ബാലൻസ് നിലനിർത്താൻ സഹായിക്കും. ഓർക്കുക, നിങ്ങൾ ആരോഗ്യത്തോടെ ഇരുന്നാൽ മാത്രമേ നിങ്ങളുടെ ജോലിക്ക് പ്രസക്തിയുള്ളൂ. രണ്ടാമത്തെ കാര്യം അമിതമായ സോഷ്യൽ മീഡിയയുടെ ഉപയോഗമാണ്. സോഷ്യൽ മീഡിയയിൽ കാണുന്നതെല്ലാം ശരിയാണെന്ന് കരുതരുത്. മറ്റുള്ളവരുടെ ജീവിതം വളരെ മികച്ചതാണെന്നും നമ്മുടെ മോശമാണെന്നും കരുതേണ്ടതില്ല. ഒരു സ്ക്രോളിംഗ് തുടങ്ങുമ്പോൾ സമയം പോകുന്നത് അറിയില്ല. ഒരു ദിവസം മണിക്കൂറുകളാണ് ഇതിനായി നമ്മൾ ഹോമിക്കുന്നത്. സോഷ്യൽ മീഡിയയുടെ അമിതമായ ഉപയോഗം ലോൺലിനെസ് വർദ്ധിപ്പിക്കും. ശരീരത്തെക്കുറിച്ചുള്ള മോശം ചിന്തകൾക്ക് ഇത് കാരണമാവുകയും ഒപ്പം നിങ്ങളുടെ വിലയേറിയ സമയം പാഴാക്കി കളയുകയും ചെയ്യും. ഇത് നമ്മുടെ അറ്റൻഷൻ സ്പാൻ തകർക്കുകയും. ഫോൺ ഉപയോഗത്തിന് കൃത്യമായ സമയപരിധി നിശ്ചയിക്കാൻ ആപ്പുകൾ ഉപയോഗിക്കുക. കിടക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് ഫോൺ മറ്റൊരു മുറിയിലേക്ക് മാറ്റിവെക്കുക. നിങ്ങളുടെ ഓഫ്ലൈൻ ബന്ധങ്ങൾക്കും അനുഭവങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം നൽകുക. മൂന്നാമത്തെ കാര്യം അമിതമായ ഭക്ഷണ രീതിയാണ്. വിശപ്പില്ലാതെ കഴിക്കുന്നതും ഇമോഷണൽ ഈറ്റിങ്ങും ആവശ്യത്തിലധികം കലോറി ശരീരത്തിലെത്തിക്കുന്നതും ഗുരുതരമായ പ്രശ്നമാണ്. അമിത ഭക്ഷണം ഒബേസിറ്റി, പ്രമേഹത്തിനും മറ്റു ജീവിതശൈലി രോഗങ്ങൾക്കും വഴിവെക്കും. വയറ് നിറഞ്ഞാലും നമ്മുടെ മനസ്സ് മതി എന്ന് പറയാൻ വൈകുന്നത് കൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. സാവധാനം ചവച്ചരച്ച് കഴിക്കുക. വിശപ്പിന്റെ തോത് മനസ്സിലാക്കുക. കഴിക്കുമ്പോൾ ഫോൺ ഉപയോഗം ഒഴിവാക്കുക. പോഷകസമൃദ്ധമായ ഭക്ഷണം മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കുക. നാലാമത്തെ കാര്യം ഓവർ തിങ്കിങ് ആണ്. നടന്ന കാര്യങ്ങളെക്കുറിച്ചോ നടക്കാൻ സാധ്യതയില്ലാത്ത ഭാവിയിലെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് തലപുകയ്ക്കുന്നത് ഒരുതരം മാനസിക രോഗമാണ്. തീരുമാനമെടുക്കാൻ കഴിയാതെ പലപ്പോഴും ആകുലതയോടെ ഇതിൽ ജീവിക്കേണ്ടി വരും. അമിത ചിന്ത ഉത്കണ്ഠ, വിഷാദം എന്നിവയിലേക്ക് നയിക്കാം. ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുകയും പ്രധാനപ്പെട്ട ജോലികളിൽ നിന്ന് ശ്രദ്ധ മാറ്റുകയും ചെയ്യുന്നു. ധ്യാനം ശീലമാക്കുക എന്നതാണ് ഇതിൽ നിന്നും പുറത്തു വരാനുള്ള ഒരു വഴി. ചിന്തകൾ വരുമ്പോൾ ഒരു ഡയറിയിൽ എഴുതി വെക്കുക. ഈ നിമിഷം ജീവിക്കാൻ ശ്രമിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അമിതമായി പണം ചെലവഴിക്കുന്നത് ജീവിതത്തെ ദോഷകരമായി ബാധിക്കും. ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നത്, പ്രത്യേകിച്ച് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച്, വലിയ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമാകും. കടബാധ്യത, സാമ്പത്തിക സമ്മർദ്ദം, ഭാവിയിലേക്കുള്ള സമ്പാദ്യമില്ലായ്മ, ഈ സമ്മർദ്ദം മറ്റു പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും വഴിവെച്ചേക്കാം. ഒരു ബജറ്റ് തയ്യാറാക്കുക. ഓരോ വാങ്ങലിന് മുമ്പും ഇത് എനിക്ക് ശരിക്കും ആവശ്യമുണ്ടോ എന്ന് സ്വയം ചോദിക്കുക. അത്യാവശ്യമുള്ള കാര്യങ്ങൾക്കും സമ്പാദ്യത്തിനു ശേഷം മാത്രം വിനോദത്തിന് പണം ചെലവഴിക്കുക. ജീവിതത്തിൽ എല്ലാ കാര്യങ്ങൾക്കും ഒരു പരിധിയുണ്ട്. ഈ 5 കാര്യങ്ങൾ അമിതമായ ജോലി, സോഷ്യൽ മീഡിയയിൽ അമിതമായ ജോലി, സോഷ്യൽ മീഡിയ ഉപയോഗം, ഭക്ഷണം, ചിന്ത, പണച്ചിലവ് എന്നിവയെല്ലാം ഒരു പരിധി കടന്നാൽ നമ്മുടെ സന്തോഷത്തെയും ആരോഗ്യത്തെയും കവർന്നെടുക്കുമെന്ന് തിരിച്ചറിയണം.